ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി ഡയറക്ട് ചെയ്ത ക്ലാസ് ത്രില്ലർ സിനിമയാണ് തുടരും. 2025 ഏറ്റവും വലിയൊരു സർപ്രൈസ് ഹിറ്റ്. ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്ന പടം കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ഒരു പുതിയ ചരിത്രമായി മാറിയിരിക്കുകയാണ്. മറ്റൊരു പുലിമുരുകനെന്നോ ദൃശ്യമെന്നോ പറയാൻ തരത്തിലുള്ള ഒരു ക്രൗഡ് പുള്ളിംഗ് ആണ് തുടർ സിനിമയ്ക്ക് ഇപ്പോൾ ലൈവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലീപ്പർ സെൽസ് എല്ലാം ഉണർന്ന് തിയേറ്ററിൽ ഇപ്പോൾ ടിക്കറ്റ് ഇടാത്ത അവസ്ഥയാണ്. പടത്തിന്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് എവിടെ പോയി നിൽക്കുമെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 4 ദിവസം കൊണ്ട് തുടർ സിനിമ ഇപ്പോ 84 കോടിയാണ് വേൾഡ് വൈഡ് നേടിയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ. പടം ആദ്യ ദിവസം 17 കോടിയും, രണ്ടാമത്തെ ദിവസം 25 കോടിയും, മൂന്നാമത്തെ ദിവസം 26 കോടിയും, നാലാമത്തെ ദിവസം അതായത് ഇന്നലെ 14 കോടിയുമാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ മൊത്തം 4 ദിവസം കൊണ്ട് 84 കോടി. ഇന്നത്തെ കളക്ഷൻ മാത്രം 12 കോടി വരും. സിംഗിൾ ഡേ കേരളം മാത്രം 6 കോടിക്ക് മുകളിലും വരും. അങ്ങനെ 5 ദിവസം കൊണ്ട് പടം 95 കോടിക്ക് മുകളിൽ കളക്ഷൻ കയറും. അതായത് നാളെയോടെ തുടർ സിനിമ 100 കോടി ക്ലബിലും കയറും. ഒരു മാസത്തെ വ്യത്യാസത്തിൽ ലാലേട്ടന്റെ രണ്ടാമത്തെ 100 കോടി ക്ലബ്ബാണ് ഇപ്പോ തുടർ സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത്. മലയാളത്തിൽ മറ്റൊരു നടന് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു റെക്കോർഡ്. ഇങ്ങനെ പോയാൽ എമ്പുരാന്റെ ഫൈനൽ വരെ തുടരും തൂക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതില്ല. അടുത്തൊരു അപ്ഡേറ്റും തുടർ സിനിമയുടെ ഭാഗത്തു നിന്നാണ്. തുടരും പ്രമോ സോങ്. തുടർ സിനിമയിലെ ഒരു ഡാൻസ് നമ്പർ അടുത്ത വേൽമുരുക ഐറ്റം ടൈറ്റിൽ കൊണ്ടാട്ടം. തുടർ സിനിമയുടെ പ്രമോ സോങ് കൊണ്ടാട്ടം നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തുവിടും. റെട്രോ സിനിമയുടെ റിലീസിന് ഇനി ഒരു ദിവസം ബാക്കി. കങ്കുവ പോലൊരു സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമയായിരുന്നിട്ട് പോലും റെട്രോ അതുക്കും മേലെയാണ്. ബുക്കിങ്ങിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. റെട്രോ സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതിന് മുകളിലുള്ള ഒരു ബുക്കിംഗ് ആണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റെട്രോയ്ക്ക് ഒരു ചെറിയ പണി കിട്ടിയിട്ടുള്ളത് ഇങ്ങ് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ 300 മുതൽ 350 വരെയുള്ള സ്ക്രീനുകളായിരുന്നു റെട്രോ സിനിമയുടെ ആ ദിവസത്തെ റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോ തുടർ സിനിമയുടെ ഒരു അൺഎക്സ്പെക്ടഡ് ഇമ്പാക്ട് റെട്രോയ്ക്ക് നന്നായി ഏറ്റിട്ടുണ്ട്. റെട്രോയ്ക്ക് കേരളത്തിൽ സ്ക്രീൻസ് കുറയും. കേരളത്തിലെ 200 മുതൽ 250 വരെയുള്ള സ്ക്രീനുകളിൽ മാത്രമേ റെട്രോ ആദ്യ ദിവസം റിലീസ് ഉണ്ടാവൂ. പടത്തിന് വരുന്ന റെസ്പോൺസ് പോസിറ്റീവ് ആണെങ്കിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മാറി. സൂര്യ 45. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സൂര്യ 45. സൂര്യൻ ദൃശ്യമാണ് പടത്തിൽ ലീഡിൽ വരുന്നത്. ഒരു ചെറിയ സിനിമയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം ഇപ്പോ അവസാനിച്ചിട്ടുണ്ട്. ഇനി പാച്ച് വർക്ക് ഷൂട്ടോ മറ്റോ എന്തോ ബാക്കിയുള്ളൂ. സൂര്യ ഇപ്പോ ഉടനെ തന്നെ അടുത്ത പടത്തിലും ജോയിൻ ചെയ്യും. സൂര്യ 46. സൂര്യയുടെ 46ാമത്തെ സിനിമ ഇപ്പോ ആരംഭിക്കാൻ പോവാണ്. പടം ഡയറക്ട് ചെയ്യുന്നത് വെങ്കി അത്ലൂരിയാണ്. സൂര്യയും അല്ലു സിറിഷുമാണ് പടത്തിൽ ലീഡിൽ വരുന്നതെന്നാണ് നിലവിൽ വരുന്ന റൂമർ. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഒരു പീരിയോഡിക് സിനിമയാണ്. പടത്തിന്റെ അനൗൺസ്മെന്റ് മെയ്യില് ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആഫ്റ്റർ റെട്രോ റിലീസ് പടത്തിന്റെ ഷൂട്ട് മെയ് 16 ആരംഭിക്കും. ഇത് ഒരു ചെറിയ പീരീഡിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയായിരിക്കും. ഇതിനുശേഷം ഇമീഡിയറ്റ് ആയിട്ട് തന്നെ വാടിവാസൽ സൂര്യ ജോയിൻ ചെയ്യും. വാടിവാസലും ആരംഭിക്കും.